ഷംസീർ, കോടതി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ തന്നെ ശിക്ഷിക്കണം, എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം, മകളുടെയും മരുമകൻ്റെയും മുമ്പിൽ തലകുനിക്കാൻ വയ്യ എന്നൊക്കെ ഇന്നലെയൊന്നും ഒരു കുറ്റബോധം ഒന്നും നാട്ടുകാരുടെ മുന്നിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോടോ പറയാത്ത ഒരാൾ ഇന്നിപ്പോൾ കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം കുറെ വൈകാരികമായി സംസാരിച്ചു എന്നൊക്കെ അറിയുന്നു. എന്താണ് കോടതിയിൽ ഉണ്ടായത്? സൈഫുദ്ദീൻ, അതായത് കോടതിക്കകത്തും ചെന്താമര നിർവികാരനായി തന്നെയാണ് നിന്നത്. പക്ഷേ ഈ ജഡ്ജി ഇവിടേക്ക് എത്തി എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ചെന്താമര തുടങ്ങിയത്. അതായത് എത്രയും വേഗം തന്നെ ശിക്ഷിക്കാനാണ് ചെന്താമര കോടതിയോട് ആവശ്യപ്പെട്ടത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി, താനെല്ലാം ചെയ്തു എന്ന് കോടതിക്ക് മുൻപിൽ പ്രതി ഏറ്റു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് ഈ കൊലപാതകം നടത്തിയ താനാണെന്ന് പ്രതി കോടതി മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ മരുമകനും മകളും ഒക്കെ തന്നെ വലിയ നിലയിൽ, അതായത് മകൾ എഞ്ചിനീയറാണ്, മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്, അത്തരത്തിൽ ഉന്നതമായ നിലയിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ മുൻപിൽ തല കുനിക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കൂ, 100 വർഷമെങ്കിൽ 100 വർഷം തന്നെ ശിക്ഷിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് കോടതിക്ക് മുമ്പിൽ പ്രതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രതി പക്ഷേ കോടതിക്കുള്ളിൽ നിൽക്കുമ്പോൾ നിർവികാരനായിരുന്നു. പ്രതിക്ക് അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോഴോ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഒപ്പിടുമ്പോഴോ ഒന്നും തന്നെ പ്രതിക്ക് മറ്റ് സഞ്ചാത്ത മലയിൽ എന്തെങ്കിലും തരത്തിൽ കൂസലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതായത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ താൻ ഈ കാര്യം കോടതിയോട് പറയും എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരോട്, സിഒയോടക്കം അവിടെ നിന്ന് ആലത്തൂർ സിഒ അടക്കം പ്രതി സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രതി ഈ വിചാരണ കൂട്ടിലേക്ക് കയറിയ സമയത്ത് കോടതി ചോദിച്ചു എന്തെങ്കിലും പരിക്കുകളുണ്ടോ. അപ്പോഴും ഈ പരിക്കുകളെ കുറിച്ച്, അല്ലെങ്കിൽ തനിക്കൊരു പരിക്കുകളൊന്നുമില്ല, തനിക്ക് മറ്റ് പോലീസിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രതി പറഞ്ഞത്. പ്രതി പ്രധാനമായി പറഞ്ഞ ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയുണ്ടായത് തന്നെ എത്രയും വേഗം ശിക്ഷിക്കൂ, തന്നെ ശിക്ഷിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് പ്രതിക്ക് പറയേണ്ടത്. 100 വർഷമെങ്കിൽ 100 വർഷം എന്ത് ശിക്ഷയും താൻ സ്വീകരിക്കാൻ തയ്യാറാണ്. താൻ അത് തെറ്റ് ചെയ്തു എന്ന്, അതായത് കൊലപാതകം നടത്തി 2 പേരെ കൊന്നുപോയി എന്ന്, കൊന്നുപോയി എന്നൊരു വാക്കാണ് പ്രതി അവിടെ ഉപയോഗിച്ചത്. അതായത് 2 പേരെ കൊന്നുപോയി, താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശിക്ഷിക്കൂ എന്ന കാര്യമാണ് പ്രതി ഈ കോടതി മുറിക്കുള്ളിൽ തന്നെ ഈ ജഡ്ജിയോട് ആവർത്തിച്ച് പറഞ്ഞത്. അതിനുശേഷമാണ് ജഡ്ജി ഈ നേരെ 12-ാം തീയതി വരെ, അതായത് ഫെബ്രുവരി 12-ാം തീയതി വരെയാണ് ഈ പ്രതിയെ ഈ ആലത്തൂർ സബ് ജയിലിലേക്ക്, റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ കൂടി സമർപ്പിക്കും. കാരണം പ്രതിയുമായുള്ള തെളിവെടുപ്പടക്കം ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കോടതി മുമ്പിൽ തന്നെ അത് വിചാരണ എത്രയും വേഗത്തിലാക്കണം എന്ന കാര്യമൊക്കെ തന്നെയാണ് പ്രതി കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 12-ാം തീയതി വരെ ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 12 വരെ ആലത്തൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു പ്രതി ചെന്താമരയെ. ഇനി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരും, തുറന്ന് ജയിലിലേക്ക് മാറ്റും. അതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ ഇതിനിടയ്ക്ക് ഫെബ്രുവരി 12 വരെയുള്ള സമയത്തിനിടയ്ക്ക് പോലീസിന് കുറെ കൂടി ഇതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, കുറെ കൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. എന്തായിരുന്നു പ്രകോപനം? ഇങ്ങനെ വളരെ നിസ്സാരമായി അയൽവാസികളായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള വൈരാഗ്യം, ആ വൈരാഗ്യത്തിലേക്ക് കുറെ കൂടി പോലീസിന് ഇറങ്ങിച്ചെല്ലേണ്ടതായുണ്ട്. അതിൽ നേരത്തെ സംശയിക്കുന്ന പോലെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ് വർക്കൗട്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതിന് പിറകിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻഷ്യലായ രീതിയിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് പോലീസിന്. അതല്ല, ഒറ്റയ്ക്ക് തന്നെ ഉള്ളിൽ ഉണ്ടായിരുന്ന പകയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടി ചെയ്തു. എല്ലാം ഒറ്റയ്ക്കായിരുന്നു. ഒരു തരത്തിലുള്ള മാനസികമായ പിന്തുണയും ഒരു ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതും കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട് പോലീസിന്. അതിലേക്ക് ഫെബ്രുവരി 12 വരെയുള്ള ദിവസങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ തെളിവെടുപ്പ് എങ്ങനെ നടത്തും എന്നുള്ളതാണ് വലിയ ടാസ്ക്കായ ഒരു സംഗതി പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ വീട്ടിലേക്ക് ചെന്താമരയെ കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായും അയാൾ പ്രദേശവാസികൾ മുഴുവൻ അവിടെ തടിച്ചുകൂടും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഈ രീതിയിൽ കോളിളക്കമുണ്ടാക്കിയ കൊലപാതക കേസുകളിലൊക്കെ തെളിവെടുപ്പിനിടെ വലിയ സംഘർഷമുണ്ടാകും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ നാടിനെ വലിയ തോതിൽ ഭീതിയിലും ഭയപ്പാടിലും വലിയ നടുക്കത്തിലുമൊക്കെ ആക്കിയ ഒരു കേസ് കൂടിയാണ്. 2 പേരെ, തനിക്കൊപ്പം ജീവിച്ചിരുന്ന 2 പേര്, അതിൽ ഒരാൾക്ക് 60 വയസ്സും ഒരാൾക്ക് 58 വയസ്സുമാണ് പ്രായം. ആ നിലയ്ക്ക് ആ 2 പേരെ കൊലപ്പെടുത്തിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും ആ നാട്ടുകാർ, പ്രദേശവാസികൾ അതിനെ എടുക്കുക?